എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന UPSC എക്സാമിൻ്റെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് തൊഴിൽ വീതി വന്നൊരു അവലോകനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തൊഴിൽ വീതി ഹെഡിങ്ങായിട്ട് പറയുന്നത് തന്നെ നിലവാരം കൂടിയും കുറഞ്ഞും ഒരു പരീക്ഷണം എന്നാണ് പറയുന്നത് തന്നെ. അതിൽ തന്നെ അവർ മെയിനായിട്ട് പറയുന്നത് നമ്മൾ എടുത്തു നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യങ്ങൾ ശരാശരിക്കാരായ ഉദ്യോഗാർത്ഥികളെ പോലും വലയ്ക്കാതിരുന്ന പരീക്ഷയിൽ മലയാളം വിഭാഗത്തിൽ നിന്നാണ് ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നത്. അത് നമുക്കറിയാം, മലയാളത്തിൽ നിന്നായിരുന്നു ഇച്ചിരി അല്പം കട്ടിയുള്ള ചോദ്യങ്ങളെല്ലാം വന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലർക്കും കടുപ്പമായി മാറിയെങ്കിൽ ഗണിതത്തിൽ നിന്നും കാര്യമായ വെല്ലുവിളി ഉണ്ടായതുമില്ല. ഗണിത വിഭാഗത്തിൽ ഒരു ചോദ്യത്തിന് കൃത്യമായ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നിലവാരമേറിയതും പറയേണ്ടവയാണ്. അതുപോലെ തന്നെ പൊതുവിജ്ഞാനത്തിലും പൊതുവെ അനായാസം എന്ന പെടുത്താവുന്ന ചോദ്യങ്ങളാണ് കടന്നു വന്നത്. സയൻസ് വിഭാഗത്തിൽ ഭൗതികശാസ്ത്രവും ജീവശാസ്ത്രവും ലളിതമായപ്പോൾ രസതന്ത്രത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ കടുപ്പമേറിയതുമായി. അതുപോലെ തന്നെ ചരിത്രവും പൊളിറ്റിക്സും അനായാസ ചോദ്യങ്ങളുടേതായി. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് 55 മുതൽ 65 വരെയാണ്. അപ്പോൾ തൊഴിൽ വീതി പറയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 55 മുതൽ 65 വരെയാണ്. അത് തന്നെ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട ആവറേജ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കിട്ടിയ മാർക്കെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു പോൾ നടത്തിയിരുന്നു. ആ പോളിൻ്റെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാം. ആ പോളിലും ഏകദേശം ഒരു 50 മേളിലാണ് എല്ലാവർക്കും പറയുന്നത്. പിന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്തവരുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പം കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സ് എളുപ്പമായിട്ടെന്നാണ് ഒരുമാതിരിപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ മലയാളം നല്ല കട്ടിയായിട്ടുണ്ടെന്നാണ് പൊതുവേ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഏതായാലും കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റൊക്കെ വരട്ടെ, കട്ട് ഓഫൊക്കെ വരട്ടെ. അന്നേരം നമുക്ക് PSCയുടെ കട്ട് ഓഫ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേഷൻ നടന്നുകൊണ്ട് നിങ്ങളെ അറിയിച്ചാണ് തൊഴിൽ വീതിയുമായിട്ട് ബന്ധപ്പെട്ട്. തൊഴിൽ വീതി വന്നൊരു അപ്ഡേഷൻ. തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് 55 മുതൽ 65 വരെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും ഷോർട്ട് ലിസ്റ്റ് വരട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട്. അതുകൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതായത് വനിതാ CPO 43,472 പേർ പരീക്ഷ എഴുതിയില്ല. കാരണം വനിതാ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ 31.5% പേർ എഴുതായിരുന്നത്. അപ്പം നമുക്കറിയാം, ഇത്രയും ലാർജ് നമ്പർ ഓഫ് ആൾക്കാരൊക്കെ പരീക്ഷ എഴുതായിരുന്നു കഴിഞ്ഞാൽ PSC കടുത്ത നടപടിയിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 31% പേരാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാതിരിക്കുന്നത്. അപ്പം മാക്സിമം ഇങ്ങനെ ആൾക്കാർ ആവർത്തിക്കാതിരിക്കുക. പരീക്ഷയ്ക്ക് നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോയി എഴുതുക വേണം. പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം മാക്സിമം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും പേരൊക്കെ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ PSC കടുത്ത നടപടിയിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ജൂൺ 29 നടത്തിയ പരീക്ഷ എഴുതാൻ 1,40,021 പേർ കൺഫർമേഷൻ നൽകിയിരുന്നു. ഇവരിൽ 96,549 പേർ, അതായത് ഏകദേശം 68.95% പേരാണ് പരീക്ഷ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് പരീക്ഷ എഴുതിയത്. അപ്പം ഏതായാലും വനിതാ CPOയുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പം അതിനും നമ്മളൊരു പോൾ ഇട്ടിരുന്നു. ആ പോൾ ഞാൻ കൂടെ ചേർത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ OTP സംവിധാനം വന്നത് കൂട്ടുകാരെല്ലാം അറിഞ്ഞു കാണുമല്ലോ. PSCയിൽ OTP സംവിധാനം വന്നത് നമ്മുടെ PSC തുളസി വെബ്സൈറ്റിൽ, വൺ ടൈം രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ. അപ്പോൾ മാക്സിമം അത് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് പാസ്വേഡ് ചേഞ്ച് ആക്കാൻ PSC പറയുന്നുണ്ട്. നമ്മൾ അതിനകത്തിൽ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ മെയിൽ ID അടിച്ച് അതിനകത്ത് OTP വന്ന് റെഡിയായി പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ശ്രമിക്കുക. PSC അത് 2-3 വട്ടമായിട്ട് പറയുന്നുണ്ട്. OTP സംവിധാനത്തിലോട്ട് മാറാൻ പറയുന്നുണ്ട്. പുതിയ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് മാക്സിമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ LDCയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് എല്ലാം, കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. മാക്സിമം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം LDCയുടെ റിവിഷന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ബാക്കി ക്ലാസ്സസ് എല്ലാം, അതായത് ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സസാണ് നമ്മൾ ഇടുന്നത്. എല്ലാ ടോപ്പിക്കും ഇടുന്നില്ല, ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് മാത്രമാണ് ഇടുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇടുന്നത്, ഹോട്ട് ടോപ്പിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പം താങ്ക് യു ഓൾ.